ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 വരാൻ പോവാണ് അല്ലെ. അപ്പോ ഈ 2025 നമ്മുടെ ഭാഗ്യവർഷമാക്കി നമുക്ക് മാറ്റണം അല്ലെ. ടീച്ചർമാർ ലവ് യു. താങ്ക് യു സനിത. അപ്പോ നമ്മുടെ ഭാഗ്യവർഷമാക്കി മാറ്റാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? അതുപോലെ ഈ ന്യൂ ഇയർ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കാവോ? അറൌണ്ട് 300 പേരിനടുത്ത് എത്തിയിട്ടുണ്ട്. സ്റ്റുഡൻസ് ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെക്ക്. എന്നിട്ട് ഒരു പേനയും ഒരു ഡയറിയും അല്ലെങ്കിൽ ഒരു ബുക്കും എടുത്ത് വെക്ക്. ടീച്ചർമ്മ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റ് ചെയ്ത് എഴുതി പോണം കേട്ടോ. അപ്പോ യെസ്, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മള് പലപ്പോഴും ന്യൂ ഇയർ തുടങ്ങുന്നതിന് മുമ്പ്, പുതിയ വർഷം വരുന്നതിന് മുമ്പ് നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ കരുതും. അടുത്ത വർഷം എനിക്ക് അടിപൊളിയാക്കണം, 2025 എന്റെ വർഷമാണ്, എന്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് അബണ്ടൻസ് അട്രാക്ട് ചെയ്യണം, എനിക്ക് ഒരുപാട് സക്സസ്ഫുൾ ആകണം എന്നൊക്കെ എല്ലാവരും തീരുമാനമൊക്കെ എടുക്കും. പക്ഷേ കുറച്ച് ദിവസം നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയിൽ ചെയ്യും. അത് കഴിയുമ്പോൾ പിന്നെ അത് മതിയാക്കുന്നവരാണ് മാക്സിമം പേരും. അപ്പോ 2025 സക്സസ്ഫുൾ ഇയർ ആക്കി, പ്രോസ്പെറസ് ഇയർ ആക്കി നമ്മൾ ആഗ്രഹിക്കുന്നൊക്കെ നേടണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. കാര്യം പുതുവർഷം തുടങ്ങിയതിന് ശേഷമല്ല നമ്മൾ ചെയ്യേണ്ടത്, അതിന് മുന്നേ തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കാര്യം പുതിയ വർഷമാണ്, നമ്മളൊരു പുതിയ തുടക്കം, പുതിയൊരു വ്യക്തിയായി മാറണം അല്ലെ. അത് നമ്മൾ പഴയ ആള് തന്നെയെങ്കിലും തീരുമാനങ്ങൾ എടുത്തതുകൊണ്ട് ലൈഫിൽ മാറ്റം വരൂ? ഇല്ല. അപ്പൊ നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ ഒരുക്കണം, നമ്മുടെ വീടിനെ ഒരുക്കണം. പുതിയ വർഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാരും എഴുതിക്കോളൂ. 31st ഡിസംബറിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ആദ്യം ടീച്ചർമ്മ പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാരും എഴുതൂ. 31st ഡിസംബർ. 31st ഡിസംബർ എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ചയാണ് അല്ലെ. 31st ഡിസംബറിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, 31st ഡിസംബറിന് നിങ്ങളുടെ വീട് ഫുള്ള് ഡീക്ലട്ടർ ചെയ്യുക. എന്താണ് ഡീക്ലട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് മാറ്റുക. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പല വീടുകളിലും ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പൊ പലരും വിചാരിക്കും ന്യൂ ഇയറിന് മുമ്പ് എന്തിനാ ഡീക്ലട്ടർ ചെയ്യുന്നത്, അതിന്റെ ആവശ്യം എന്താണ്? നമുക്കറിയാം ഈ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കിടന്നാൽ ഇതെല്ലാം നെഗറ്റീവ് എനർജി അല്ലെ. നമ്മള് പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി നമുക്ക് മാത്രം പോരാ, വീടിനും വേണം. അപ്പൊ ഒരു വീട്ടിൽ 5 പേര് താമസിക്കുന്നുണ്ടെങ്കിൽ ആ 5 പേരുടെ ടോട്ടൽ എനർജിയാണ് ആ വീടിന്റെ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ആ വീടിനകത്ത് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു പോസിറ്റീവ് ലൈഫ് കിട്ടുക അല്ലെ. അപ്പൊ നമ്മളെന്ന വ്യക്തിയെ മാറ്റണം. അതിന് മുന്നേറ്റ് നമ്മുടെ വീടിനെ നമ്മൾ എന്താക്കണം? വീട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറക്കി കളഞ്ഞ് വീടിനെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കണം. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് 31st ഡിസംബർ ഒറ്റ ദിവസം കൊണ്ട് വീട് ഫുള്ള് ഡീക്ലട്ടർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ 30-ാം തീയതി തുടങ്ങണം. 30-ഉം 31-ഉം നിങ്ങൾക്ക് എന്തിനുള്ള ഡേ ആ എഴുതി വെച്ചോ? ഡീക്ലട്ടർ ഡേ ആണ്. ആദ്യം ചെയ്യേണ്ടത് വീട്ടിലെ മാറാല ഉണ്ടല്ലോ, ഇതെല്ലാം കംപ്ലീറ്റ് അടിച്ച് ക്ലീൻ ചെയ്യണം. അപ്പൊ പലരും പേരും ഞങ്ങൾ വീട് ഓൾറെഡി ക്ലീൻ ചെയ്യുന്നുണ്ട്. നോർമൽ ക്ലീനിങ് അല്ല, ഇത് ഡീപ്പ് ഡീക്ലട്ടർ ആണ്. ന്യൂ ഇയറിന് മുമ്പ് എല്ലാവരും ചെയ്യണം. വീടിനകത്ത് നോർമൽ ചെയ്യുന്ന ക്ലീനിങ് കൂടാതെ വളരെ ഡീപ്പായിട്ട് ഡീക്ലട്ടർ ചെയ്യണം. മാറാല കംപ്ലീറ്റ് എല്ലാ റൂമിലും എല്ലായിടത്തും അകവും പുറവും എല്ലാം മാറാല തട്ടി വീട് വൃത്തിയാക്കണം. അതുപോലെ ജനലുകളിലെ പിന്നെ പൊടിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം തുടച്ച് ക്ലീൻ ചെയ്യണം. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ വീട് ഏറ്റവും സൂപ്പർ നീറ്റ് ആവണം. അപ്പോ ഇത് ന്യൂ ഇയറിന് മുമ്പുള്ള സ്പെഷ്യൽ ക്ലീനിങ് ആണ്. ചിലർ വിചാരിക്കും ഇതൊക്കെ ഞാൻ ചെയ്യുന്നതല്ലേ എല്ലാ ദിവസവും, എനിക്ക് എന്താണ് പുതുമ? ന്യൂ ഇയറിന് മുമ്പുള്ള സ്പെഷ്യൽ ക്ലീനിങ് ആണിത്. ഇനി വീട്ടിലുള്ള പഴയ സാധനങ്ങൾ ഡീക്ലട്ടർ ചെയ്യാം. അതായത് ചില വീടുകളിൽ ചെല്ലുമ്പോഴേ അടുക്കളയുടെ സ്ലാബിന്റെ മുകളിൽ കുറെ പ്ലാസ്റ്റിക് കുപ്പികൾ, ഉപയോഗിച്ച് കഴിഞ്ഞതാ, എണ്ണ മേടിക്കുന്ന കുപ്പി, ഏതെങ്കിലുമൊക്കെ ഒഴിഞ്ഞ കുപ്പികൾ ഇങ്ങനെ വാരിക്കൂട്ടിയിട്ടേക്കും. ഇതെല്ലാം ആവശ്യമില്ലാത്ത സാധനം. ഇതൊക്കെ അവിടെ ഡംപ് ചെയ്ത് കിടന്നാൽ അവിടെ നെഗറ്റീവ് എനർജി കളക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒഴിഞ്ഞ മരുന്നിന്റെ കുപ്പികള് അല്ലെങ്കിൽ മരുന്നിന്റെ ഒക്കെ ഒഴിഞ്ഞ സ്ട്രിപ്പുകളൊക്കെ ഉണ്ടല്ലോ, പഴയ ന്യൂസ് പേപ്പർ കെട്ടി ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഓൾഡ് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, ആവശ്യം കഴിഞ്ഞ കുറെ ബില്ലുകൾ അലമാരിക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ജാമ്പവാന്റെ കാലത്തുള്ള കുറെ ബില്ലുകൾ വല്ല ആവശ്യമുള്ളതാണോ? ഇല്ല. പണ്ട് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്ന സമയത്ത് ബില്ലുകൾ വരെ പലരുടെയും വീട്ടിൽ കാണും അല്ലെ. അതുപോലും കളയാതെ സൂക്ഷിച്ചു വെച്ചേക്കുന്നവരുണ്ട്. അപ്പോ അലമാരിക്കകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഴയ ഉടുപ്പുകൾ ഇരിപ്പുണ്ട്. ഇപ്പൊ കുഞ്ഞുങ്ങൾ പ്ലസ് 2 കഴിക്കും പഠിക്കുന്നത്, പണ്ട് അവര് 5-ലോ 6-ലോ പഠിക്കുമ്പോൾ ഉടുപ്പ് ഇപ്പോഴും കളയാതെ സൂക്ഷിച്ചു വെച്ചേക്കുന്നവരുണ്ട്. ഇത് അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഡ്രസ്സുകൾ,
നിങ്ങൾ ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട് ഉപയോഗിക്കാതെ വെച്ചേക്കുന്ന ഡ്രസ്സുകളുണ്ട്. ചിലതൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല, പക്ഷെ ഒരു മനുഷ്യന് കൊടുക്കില്ല. ഒന്നുകിൽ ഡൊണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ അത് വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ അലമാരിയിൽ കുത്തി നിറച്ച് വെച്ചേക്കും. നിങ്ങൾക്ക് അറിയാവോ, ഇതൊക്കെ ഡീക്ലട്ടർ ചെയ്ത സ്പേസ് ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ പുതിയ ഡ്രസ്സുകൾ നിങ്ങളിലേക്ക് വരുള്ളൂ. ഈ ആവശ്യമില്ലാതെ കുത്തി നിറച്ച് വെച്ചേക്കുന്ന കുറെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കാൻ വരുന്നവരൊക്കെ ഉണ്ടല്ലോ അനാഥാലയങ്ങളിൽ, പഴയ ഡ്രസ്സുകളൊക്കെ ചോദിച്ചു വരുന്നവർക്ക് അങ്ങനെ കൊടുക്കാം. ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഡൊണേറ്റ് ചെയ്യാം. അപ്പോ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ പുതിയ വ്യക്തികളായി മാറണം. ഇനി വീട്ടില് പോസിറ്റീവ് എനർജി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഴയ കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പഴയ ഡ്രസ്സുകൾ നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ന്യൂസ് പേപ്പർ ഒക്കെ ഉണ്ടല്ലോ, ന്യൂസ് പേപ്പർ കുറെ ആവശ്യമില്ല, കുറെ വർഷങ്ങളായിട്ട് കിടക്കുന്നതോ ഒക്കെ പഴയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്ത് ആ പ്ലേസ് ക്ലീൻ ആക്കി ക്ലിയർ ആക്കി വെക്കാം. അപ്പോ 31-ാം തീയതി ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. 30, 31 2 ദിവസം ഡീക്ലട്ടറിന് എടുക്കുക. കാര്യം വീട്ടിനകത്ത് കുറെ കാര്യങ്ങൾ കാണും, അവിടെ ഇവിടെ തട്ടിന്റെ മേളിൽ. പിന്നെ ടെറസിന്റെ മേളിൽ കൊണ്ടിട്ടേക്കുന്നവരുണ്ട്. ടെറസിന്റെ മേളിൽ കുറെ പഴയ ചെരുപ്പ്, ആക്രി സാധനങ്ങളെല്ലാം ഒഴിവാക്കുക. വീട് ഫുള്ള് അകവും പുറവും എല്ലാം വീട് എന്ത് ചെയ്യണം, ആവശ്യമില്ലാത്ത എല്ലാം പറക്കി കളഞ്ഞ് അതിൽ വീട് കംപ്ലീറ്റ് ക്ലീൻ ആക്കുക. 30, 31 ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കേട്ടോ. നിങ്ങളുടെ പിള്ളേരെ കൂട്ടം, ഇപ്പൊ വെക്കേഷൻ ആണ്, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നിങ്ങളുടെ വൈഫിനെയും മക്കളെയും അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഹസ്ബൻഡിനെ മക്കളെയൊക്കെ കൂട്ടി എല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോൾ 2 ദിവസം കൊണ്ട് ഫുള്ള് ക്ലീൻ ആക്കി. ഇത് ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം ടീച്ചർ ഈ വീഡിയോ യൂട്യൂബിൽ ഇടുമ്പോൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം, ടീച്ചർ പിന്നെ ക്ലീനിങ് ചെയ്തു, ഡീപ് ക്ലീനിങ് ഡൺ എന്ന് നിങ്ങൾ അതിന്റെ കമന്റ് ബോക്സിൽ ഇടണം. അപ്പോഴായിരിക്കും എനിക്ക് മനസ്സിലാവുക നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു കേട്ടോ. യെസ്, ഇനി 31-ന് ചെയ്യേണ്ട കാര്യങ്ങൾ പറയട്ടെ. അതായത് പിറ്റേ ദിവസം ന്യൂ ഇയർ ആണ്. 31-ാം തീയതി ന്യൂ ഇയറിന് തൊട്ട് മുന്നേ ഉള്ള ദിവസം രാവിലെ നിങ്ങൾ വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റ് വരണം, വളരെ സമാധാനത്തോടെ ഇരിക്കണം. അതായത് അടുത്ത ദിവസം നമുക്ക് ന്യൂ ഇയർ, അപ്പൊ ന്യൂ ഇയറിന് തൊട്ട് മുന്നേ ഉള്ള ദിവസം മുതൽ നമ്മൾ നന്നാവണം. ചില സിനിമയിൽ ജഗതി ചോദിക്കത്തില്ലേ, 31 നന്നാവണം, ഞാന് 2-ാം തീയതി 1-ാം തീയതി നന്നാവണം, 2-ാം തീയതി നന്നായ പോരെന്ന് ചോദിക്കുന്ന കണക്ക് നമ്മൾ തുടങ്ങിയതിന് ശേഷമല്ല, തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസം മുതൽ നമ്മുടെ ഒരുക്കങ്ങൾ തുടങ്ങണം. അപ്പൊ 31-ന് രാവിലെ, ഡിസംബർ 31-ന് രാവിലെ വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റ് വരിക. ഇതൊക്കെ എഴുതി വെക്കണം, ഇതുപോലെ നിങ്ങൾ ചെയ്യണം. രാവിലെ വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റ് വരിക, നല്ല സമാധാനത്തോടെ ഇരിക്കുക. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക, ഇന്നത്തെ ദിവസം ഞാൻ ഫുൾ ടൈം സന്തോഷത്തിലായിരിക്കും എന്ന് ഉറച്ച തീരുമാനമെടുക്കുക. എന്തിനാ? 31-ാം തീയതി നമ്മൾ ഫുൾ ഹാപ്പി ആയിരുന്നെങ്കിൽ അങ്ങോട്ടുള്ള ബാക്കി ദിവസങ്ങൾ നമുക്ക് ഹാപ്പി ആക്കാൻ പറ്റും. അപ്പൊ അന്ന് ഫുൾ ഡേ ഞാൻ ഹാപ്പി ആയിരിക്കുമെന്ന് നിങ്ങൾ തീരുമാനം രാവിലെ തന്നെ എടുക്കാം. അതിനുശേഷം നിങ്ങൾ ഇതൊക്കെ പോയിന്റ് എഴുതി പോണേ, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യും വേണം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും ഡിസ്കണക്ട് ആവുക. അപ്പൊ പലരും വിചാരിക്കാതെ എന്തിനാ ഞാൻ ഫാമിലിയിൽ നിന്ന് ഡിസ്കണക്ട് ആവുന്നത്? നമ്മൾ ഫാമിലിയിൽ എല്ലാവർക്കും ഒപ്പമായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ മനസ്സുകൊണ്ട് അവരിൽ നിന്നും ഡിസ്കണക്ട് ആവുക. കാര്യം നമ്മളൊരു പുതിയ വ്യക്തിയായി മാറാൻ പോവുകയാണ്. ഇപ്പൊ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കുഞ്ഞുങ്ങൾ അറിയാലോ, ഇപ്പൊ വെക്കേഷൻ ആണ്, അവര് ഭയങ്കരമായിട്ട് കുരുത്തക്കേട് കാണിക്കും, അവര് തങ്ങളിൽ കിടന്ന്, സഹോദരങ്ങൾ തങ്ങളിൽ കിടന്ന് അടിപിടി കൂടും. അപ്പൊ ഇതൊക്കെ കണ്ട് നിങ്ങൾ അവരോട് റെസ്പോണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, ദേഷ്യപ്പെട്ട് അടിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം പോയി കിട്ടും. അതുകൊണ്ട് 31-ാം തീയതി പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, ശാന്തതയിലിരിക്കുക, ഒന്നിനും റെസ്പോണ്ട് ചെയ്യാൻ പോണ്ട. മക്കൾ എന്ത് ചെയ്താലും, എത്ര കുരുത്തക്കേട് കാണിച്ചാലും നിങ്ങൾ പ്രതികരിക്കാൻ പോകരുത്. കാര്യം എന്താ? നിങ്ങളുടെ സന്തോഷമാണ് നിങ്ങളുടെ പ്രധാനം. നിങ്ങൾ സന്തോഷം നിലനിർത്തുക. 31-ാം തീയതി നിങ്ങൾ തീരുമാനിക്കുക, ഇന്നത്തെ ദിവസം ഞാൻ ഒരു മനുഷ്യരോടും ദേഷ്യപ്പെടില്ല, ഇന്നത്തെ ദിവസം ഞാൻ ആരുടെയും കുറ്റം പറയില്ല. കാര്യം എന്താണ്? 2025-ൽ എനിക്കൊരു പുതിയ വ്യക്തിയായി മാറണം, ഞാൻ ഇന്ന് ഒരു കാര്യത്തിലും പരാതി പറയില്ല. ഇനി രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നിങ്ങൾ കുളിക്കണം, കുളിച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് കുളിക്കണോ? വേണ്ട, നിർബന്ധമില്ല. പക്ഷേ 31-ന് നിങ്ങൾ എന്ത് ചെയ്യണം? കാര്യം അടുത്ത ദിവസത്തെ നമുക്ക് വരവേൽക്കാനായിട്ട്, ന്യൂ ഇയറിനെ വരവേൽക്കാനായിട്ട് രാവിലെ നമ്മൾ എഴുന്നേറ്റ് കുളിച്ച് മെഡിറ്റേഷൻ ചെയ്യണം. ഒരു 1/2 മണിക്കൂറെങ്കിലും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്തവർ ടീച്ചർമ്മയുടെ യൂട്യൂബിലെ സുജാർ മോഹൻ മെഡിറ്റേഷൻ സെർച്ച് ചെയ്താൽ സിമ്പിൾ മെഡിറ്റേഷന്റെ വീഡിയോ കിടപ്പുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ 1/2 മണിക്കൂർ എന്ത് ചെയ്യുക, അതുപോലെ മെഡിറ്റേഷൻ ചെയ്യാം. ഇനി മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്ന റൂം നിങ്ങൾ നല്ല ഭംഗിയായിട്ട് ഡീക്ലട്ടർ ചെയ്ത് അത് നല്ല തൂത്ത് തുടച്ച് വൃത്തിയാക്കി
നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിടുക. നമ്മൾ വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വരുമ്പോ എങ്ങനെയായിരിക്കും, ഗസ്റ്റുകൾ വരുമ്പോ എടുക്കാൻ വേണ്ടി മാത്രം വെച്ചേക്കുന്ന ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ടല്ലേ, അതുപോലെ നല്ല ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിടുക, നീറ്റ് ആയിട്ടുള്ള. എന്നിട്ട് റൂം ഒക്കെ നല്ല വൈബിൽ സെറ്റ് ചെയ്തിടുക. എന്തിനാ? നമ്മുടെ മൈൻഡ് എപ്പോഴും നമുക്കറിയാം ഈ വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കുണ്ടല്ലോ എന്ത് വൈബാണ് ഇവിടെ അല്ലെ. അപ്പൊ നമ്മുടെ വീടിനെ കൂടുതൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആക്കുകയാണ്. അപ്പൊ റൂമിന്റെ നിങ്ങൾ ഒരു സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്ന റൂമിന്റെ സൈഡിൽ നല്ല ഭംഗിയുള്ള കാൻഡിൽസ്, മെഴുകുതിരി കത്തിച്ചു വെക്കുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല മണമുള്ള കാൻഡിൽസ് കിട്ടും. അതില്ലെങ്കിൽ നല്ല ഭംഗിയുള്ള കാൻഡിൽസ് കത്തിച്ചു വെക്കുക. അതൊരു പോസിറ്റീവ് എനർജി തരും നമുക്ക്. അതുപോലെ തന്നെ അഗർബത്തി നമുക്ക് കത്തിക്കാം, അല്ലെങ്കിൽ കർപ്പൂരം റൂമിന്റെ ഒരു സൈഡിൽ കത്തിച്ചു. നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾ തന്നെ പറയും, എന്റെ അമ്മോ ടീച്ചർ എന്ത് ഫീൽ ആയിരുന്നു അറിയാമോ. ആ റൂമിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അഗർബത്തി കത്തിച്ചു വെക്കുക, അല്ലെങ്കിൽ കർപ്പൂരം കത്തിച്ചു വെക്കുക. ഇതൊക്കെ നമുക്ക് നമ്മുടെ എനർജി അപ്ലിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് തരുന്ന കാര്യമാണ്. ഓക്കെ, ഇനി ആ റൂമിൽ ഇതെല്ലാം റൂമൊക്കെ മൊത്തം ഒന്ന് അലങ്കരിച്ച് വേണം, നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ കൊണ്ടുവയ്ക്കുക, നല്ല സുഗന്ധമായിരിക്കും. ആ റൂമിൽ ആരുടെയും ബഹളമില്ലാതെ റൂം ഒന്ന് അടച്ചിരുന്ന് ഒരു അരമണിക്കൂർ ശാന്തമായിരുന്ന് എന്ത് ചെയ്യണം? മെഡിറ്റേഷൻ ചെയ്യണം. അങ്ങനെ അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എടുക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എടുത്തിട്ട് അതില് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. 2024 ദൈവം നിങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഓരോന്ന് എണ്ണി പറഞ്ഞ് ദൈവത്തിന് നന്ദി എഴുതുക. ഇപ്പൊ ടീച്ചറമ്മയുടെ എക്സാമ്പിൾ പറഞ്ഞാൽ 2024 ലഭിച്ച വലിയൊരു ഭാഗ്യമാണ് ടീച്ചറമ്മയുടെ കാറ് അല്ലെ. എനിക്ക് എന്റെ കാറ് തന്നനുഗ്രഹിച്ച പ്രപഞ്ച ശക്തിക്ക് നന്ദി. എന്റെ കുടുംബത്തിൽ എല്ലാവരും സന്തോഷവും സമാധാനവുമായിട്ട് 2024 മുഴുവൻ അവർക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാൻ കഴിഞ്ഞതിന് നന്ദി. 2024 എന്നിലേക്ക് എത്തിച്ചെന്ന ഓരോ രൂപയ്ക്ക് നന്ദി. 2024 എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഓരോ സ്റ്റുഡൻസിനും നന്ദി. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ കാര്യങ്ങൾക്ക് 2024 കിട്ടി, അത് ഓരോന്നിനും നന്ദി എഴുതുക. ഒന്ന് ആലോചിച്ച് നോക്കേ. അപ്പൊ അത്രയും നന്ദി എഴുതുമ്പോൾ നിങ്ങൾ വിചാരിക്കും, തമ്പുരാനെ എനിക്ക് 2024 എന്തോരം ഭാഗ്യങ്ങൾ ദൈവം തന്നു അല്ലെ. എഴുതി നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് ആകുന്നിടം വരെയും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിക്കൊണ്ടിരിക്കും. എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉള്ളിൽ എന്തോരം സന്തോഷവും സാറ്റിസ്ഫാക്ഷനും നിറയുന്നു അല്ലെ. 31st നമ്മൾ ഹൈ വൈബിലോട്ട് എത്തുക. അതിനുശേഷം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യണം. നടക്കാൻ പോകുമ്പോ നിങ്ങൾ പുറത്തേക്ക് നടക്കാൻ പോവുക. എല്ലാ ദിവസവും ചിലര് ബാൽക്കണിയിലോ മുറ്റത്തൊക്കെ ചെയ്യുന്നവരുണ്ടാവും. നിങ്ങൾ അന്നത്തെ ദിവസം 31ാം തീയതി എന്ത് ചെയ്യണം? പുറത്തേക്ക് നടക്കാൻ പോവുക. ആകാശം കാണുമ്പോൾ ആകാശത്തിന് നന്ദി പറയുക. നിങ്ങൾ പിന്നെ അതായത് നേച്ചറിൽ കാണുന്ന ഓരോന്നിനും നന്ദി പറയുക. റോഡ് കാണുമ്പോൾ റോഡിന് നന്ദി പറയുക. ആ റോഡ് നമ്മളിലേക്ക്, ആ ഒരു റോഡിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികൾക്ക് നന്ദി പറയുക. നല്ല പച്ച കളറിലുള്ള പുല്ല് കാണുമ്പോൾ അതിന് നന്ദി പറയുക. അതുപോലെ നല്ല കാറ്റടിക്കുമ്പോൾ കാറ്റിന് നന്ദി, ആകാശത്തിന് നന്ദി, അതുപോലെ തന്നെ സൂര്യന് നന്ദി, ചെടികൾക്ക് നന്ദി, മരങ്ങൾക്ക് നന്ദി, പൂക്കൾക്ക് നന്ദി, പൂമ്പാറ്റകൾക്ക് നന്ദി, തുമ്പികൾക്ക് നന്ദി. ഇങ്ങനെ എന്തിനെയൊക്കെ കാണുന്നതിനെല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നടക്കും. ഭയങ്കര ഫീലാണ് കേട്ടോ. അപ്പോ നിങ്ങള് ഗ്രാറ്റിറ്റ്യൂഡ് വാക്കൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തും. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്തു, അതിനുശേഷം നേരെ വീട്ടിലേക്ക് എത്തണം. അപ്പൊ വീട്ടിൽ വരുമ്പോ വീട്ടിൽ ചിലപ്പം സാഹചര്യങ്ങൾക്ക് കുറച്ച് നെഗറ്റീവ് ആയിരിക്കും. പിള്ളേരൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർ ചിലപ്പം കുറെ സമയം TV കാണും, നിങ്ങൾക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ റൂമിലൊക്കെ വെള്ളം തട്ടിച്ചിരിക്കും. അറിയാലോ പിള്ളേരുടെ സ്വഭാവം, തങ്ങളി കിടന്ന അടി ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. അപ്പൊ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരോട് ദേഷ്യപ്പെടാൻ പോകരുത്. എന്തായിരിക്കുക? ശാന്തരായിരിക്കാം. കാരണം അന്നത്തെ ദിവസം നമുക്ക് ഫുൾ ടൈം ഹാപ്പിനെസ്സിൽ ഇരുന്നേ പറ്റൂ. പുതിയ വർഷത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഉള്ള ദിവസമാണ്. അന്ന് നമുക്ക് ഹാപ്പിയായി ഇരുന്നേ പറ്റും. ചിലപ്പോ വീട്ടിൽ മദറിലോ ഒക്കെ ഉണ്ടെങ്കിൽ മദറിലോ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഒക്കെ പറഞ്ഞുകൊണ്ട് വരും. അറിഞ്ഞോ എന്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായതൊക്കെ പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വരും. ആ സമയത്ത് നിങ്ങൾ വേണേ ഒരു ഹെഡ്ഫോൺ ഒക്കെ എടുത്തു വെച്ച് അഫർമേഷൻ കേൾക്കുകയോ നല്ല പാട്ട് കേൾക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കൂടുതൽ നെഗറ്റീവിലോട്ട് ഫോക്കസ് കൊടുക്കരുത്. കാര്യം നമ്മൾ കംപ്ലീറ്റ്ലി പോസിറ്റീവായി മാറാൻ പോവാണ്. ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മൈൻഡ് ഷിഫ്റ്റ് ചെയ്യുക. ഇനി അന്നത്തെ ദിവസം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഫോണിൽ വലിയ രീതിയിൽ നിങ്ങൾ സംസാരിക്കാനൊന്നും പോകണ്ട. കാര്യം വെച്ചാൽ അവരെപ്പോഴാണ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എടുത്ത് ഇടുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അവരെന്തെങ്കിലും കൊണ്ടുവിടും,
നമ്മൾ അന്നത്തെ ദിവസം മൊത്തം മൂഡ് ഓഫ് ആയിപ്പോ. അടുത്ത ന്യൂ ഇയറിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിപ്പോ, ഭയങ്കര നെഗറ്റീവ് ആയിപ്പോ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കാം. ഏറ്റവും നല്ലൊരു കാര്യം, നിങ്ങൾ അഫർമേഷൻസ് കേൾക്കുക. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറമ്മയുടെ മണി അഫർമേഷൻസ് കിട്ടും, അത് നിങ്ങൾക്ക് കേൾക്കാം. അതുപോലെ ഹെൽത്ത് അഫർമേഷൻസ് കിടപ്പുണ്ടെങ്കിൽ അഫർമേഷൻസ് കേൾക്കുക. ഇപ്പോ മണി അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ മണി അഫർമേഷൻസ് കേൾക്കുക. ഹെൽത്ത് ബ്ലെസ്സിങ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഹെൽത്ത് അഫർമേഷൻസ് കേൾക്കാം. അതുപോലെ പേഴ്സണൽ ആയിട്ടുള്ള അഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. ഇനി 31-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഫാമിലിയുമായിട്ട് ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്യണം. കാര്യം എന്താണ്, ന്യൂ ഇയർ രാത്രി 12 മണി ആകുമ്പോഴത്തേക്ക് ന്യൂ ഇയർ ആണ്. അപ്പൊ നിങ്ങൾക്കൊന്ന് പുറത്തു പോകാൻ തോന്നുമെങ്കിൽ പുറത്ത് പോവാം, പാർക്കിൽ പോവാം, ബീച്ചിൽ പോവാം, അല്ലെങ്കിൽ നല്ല വൈബുള്ള റെസ്റ്റോറന്റിൽ പോവാം. നിങ്ങൾക്ക് എവിടെയൊക്കെയാ പോകാൻ തോന്നുന്ന നല്ല വൈബുള്ള സ്ഥലങ്ങൾ, മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോവാം. ഇനി ചിലർക്ക് പുറത്തു പോകാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അങ്ങനെയുള്ളവര് വീട്ടിലിരുന്ന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോമഡി മൂവീസ് കാണാം, അല്ലെങ്കിൽ നല്ല കോമഡി ഷോസോ അങ്ങനെയുള്ള കാര്യങ്ങളോ കണ്ട് ചിരിച്ച് വേണം 2024 യാത്രയാക്കാൻ. ഒരിക്കലും കരഞ്ഞു വിഷമിച്ച് വേദനയോടെ 2024 യാത്രയാക്കരുത്. 2024 നിങ്ങൾ രാത്രി 12 മണി വരെ ഉണർന്നിരിക്കുന്നവരാണെങ്കിൽ ചിരിച്ച് സന്തോഷത്തോടു കൂടി വേണം 2024 നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് വേണം അതിനെ യാത്രയാക്കാനായിട്ട്. ഡിസംബർ 31, 2024 നമ്മൾ ചിരിച്ചുകൊണ്ട് വേണം അവസാനിപ്പിക്കാനായിട്ട്. ഇനി ഡിസംബർ 31 ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ആരുടെയും നെഗറ്റീവ് ടോക്ക് കേൾക്കാൻ പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസംബർ 31 ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ലിസ്റ്റ് ഓഫ് പോസിറ്റീവ് ആസ്പെക്ട്സ് എഴുതാം. നിങ്ങൾക്ക് ആരുടെങ്കിലും ഒക്കെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരുടെ ഒരു നല്ല 10 പോസിറ്റീവ് ക്വാളിറ്റി എഴുതാം. ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ടുമായിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ്, അപ്പൊ അവരുടെ ഒരു നല്ല 10 പോസിറ്റീവ് ക്വാളിറ്റി എഴുതാം. മദർ ലോ ആയിട്ടാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂ എങ്കിൽ അവരുടെ 10 നല്ല ക്വാളിറ്റീസ് എഴുതാം. ഇത് നമ്മൾ ഡെയിലി ഓരോ 10 പോസിറ്റീവ് ലിസ്റ്റ് ഓഫ് പോസിറ്റീവ് ആസ്പെക്ട്സ് എഴുതുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂ നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ നമ്മൾ അവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള അവരുടെ നല്ല ക്വാളിറ്റീസ് എഴുതുമ്പോൾ നമ്മളും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെച്ചപ്പെടും. ഓക്കെ, ഇനി ജാനുവരി 1, 2025 ന്യൂ ഇയർ ഡേ ഹെഡിങ് കൊടുക്കുക. അന്നത്തെ ദിവസം രാവിലെ എന്തൊക്കെ ചെയ്യണം? രാവിലെ നിങ്ങൾ ഉണർന്ന ഉടനെ കണ്ണു തുറന്നിങ്ങനെ വരുമ്പോ ആ നിമിഷത്തെ നിങ്ങൾ എൻജോയ് ചെയ്യണം. വാവ്, പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുന്നു അല്ലെ. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ പുതുവർഷം. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാവണം. കാര്യം എന്താ, പുതുവർഷത്തിൽ നമ്മൾ കണ്ണു തുറന്ന് എത്രയോ പേര് തലേന്ന് രാത്രി ചെന്ന് കിടന്നിട്ട് അടുത്ത ദിവസം എഴുന്നേക്കുന്നില്ല. നമ്മൾ എഴുന്നേറ്റല്ലോ, ദൈവമായ മെലായി, താങ്ക് യു. ചിരിച്ചുകൊണ്ട് എഴുന്നേക്കുക. ഇന്നത്തെ ദിവസം ഞാൻ ഫുൾ ടൈം ഹാപ്പി ആയിരിക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ട് ആ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ന്യൂ ഇയറിന്റെ അന്ന് നിങ്ങളൊരു 15 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ ദിവസവും എഴുതുന്നത് പോലെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ബ്ലെസ്സിങ്സിനൊക്കെ നിങ്ങൾക്ക് നന്ദി എഴുതാം. 2025 അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഡയറി എടുത്തിട്ട് 2025 നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഡയറിയിൽ എഴുതി വെക്കാം. അത് നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു വീട് വേണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങൾ ആ വീട് ലഭിച്ചു കഴിഞ്ഞതായിട്ടും ആ വീട്ടിലെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ഫാമിലിക്കൊപ്പം ജീവിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഇനി കാറാണ് നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ കാറ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആ കാറിൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ഇനി വിവാഹം മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കല്യാണം നടന്നു കഴിഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറും ഒന്നിച്ച് സന്തോഷത്തോടെ പല സ്ഥലങ്ങളിൽ നിങ്ങൾ ഹണിമൂണിന് പോകുന്നതായിട്ടൊക്കെ മനസ്സിൽ ഇങ്ങനെ കാണാം. ഇനി കുഞ്ഞ് എന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നം, അതായത് പിന്നെ ഒരു ബേബി മാനിഫെസ്റ്റേഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്. അപ്പോൾ കുഞ്ഞാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ കുഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞു, നിങ്ങൾ സന്തോഷത്തോടെ കുഞ്ഞിനൊപ്പം ജീവിക്കുന്നതായിട്ട് മനസ്സിൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം. ഇതെല്ലാം നേടിക്കഴിഞ്ഞ ആ ഫീലിംഗിലേക്ക് എത്തുക, ആ സന്തോഷം അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഓക്കെ, അപ്പോ നിങ്ങൾ 2025 ജാനുവരി 1 ഫുൾ ഡേ ഹാപ്പി ആയിരിക്കുക, ഹൈ വൈബ്രേഷൻ ഇരിക്കുക. ഈ ഒരു ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഒരു നല്ല സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ
ബാക്കി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കും? ഏറ്റവും അടിപൊളിയായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തു. പിന്നീട് അങ്ങോട്ടേക്ക് ഈ 2025 മുഴുവൻ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമെന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക. ദിവസവും 10 ഗ്രാറ്റ്യൂഡ് എഴുതുക. വിഷ്വലൈസേഷൻ നിങ്ങൾ ഡെയിലി ചെയ്യുക. ഇനി ജാനുവരി 1-ന് പുറത്തു പോയി നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തു പോവുക, എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പോ 2025 എല്ലാവർക്കും ഒരു ഭാഗ്യവർഷമായി തീരട്ടെ എന്ന് ടീച്ചർമ്മ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ന്യൂ ഇയർ വരെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ചെയ്യുക. ഓക്കെ, അപ്പൊ 2025 നിങ്ങൾക്ക് ലൈഫ് ഏറ്റവും അടിപൊളിയാക്കാനായിട്ട് നിങ്ങൾ ഒരു മെന്ററുടെ ഹെൽപ്പ് എടുക്കുക. നിങ്ങൾക്ക് ആരെയാണോ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു മെന്ററുടെ ഹെൽപ്പ് എടുത്ത് നമുക്ക് പ്രാക്ടീസുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. അപ്പൊ ടീച്ചറമ്മയെ നിങ്ങൾക്ക് മെന്ററായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാനുവരി 2-ന് സ്റ്റാർട്ട് ചെയ്യുന്ന സിൽവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിരിക്കും അത്. 30 ഡേയ്സ് ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസുകൾ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് അത്രയും ഹാപ്പിനെസ്സിലേക്ക് എത്താം. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവർക്കും 2025 ഭാഗ്യവർഷമായി തീരട്ടെ എന്ന് ടീച്ചറമ്മ ബ്ലസ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ.